ഹായ് ഫ്രണ്ട്സ്, അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം ശക്തമായിട്ടുള്ള വേനൽ കടന്നു പോവുകയാണ്. എന്നാലും ഇടുക്കിയുടെ ചില ഭാഗങ്ങളിലൊക്കെ ചെറിയ തോതിലുള്ള മഴകളൊക്കെ കിട്ടി തുടങ്ങി. പക്ഷേ നമുക്ക് ആർക്കും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു മഴ കിട്ടിയിട്ടും ഇല്ലെന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മുടെ മണ്ണിൽ നമുക്ക് ആവശ്യത്തിനുള്ള ജലമുണ്ടോ, നമ്മുടെ ചെടിക്ക് എന്തോരം ജലം ആവശ്യമാണെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകില്ല. നമുക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ നനം കൊടുക്കുകയാണ് സാധാരണഗതി ചെയ്യുന്നത്. പക്ഷേ നമുക്ക് സോയിൽ മോയ്സ്ചർ മീറ്റർ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മുടെ മണ്ണിൻ്റെ നന ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചെടിക്ക് ആവശ്യാനുസരണം ജലം കൊടുക്കാൻ കഴിയും. അങ്ങനെ ഒരു മീറ്ററാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോയിലിന് ഉള്ള വെള്ളത്തിൻ്റെ അളവ് നമുക്ക് എത്രത്തോളം ചെടിക്ക് ഇറിഗേഷൻ ആവശ്യമുണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു മീറ്ററാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മീറ്റർ ഇതാണ്, സോയിൽ മോയ്സ്ചർ ഇൻഡിക്കേറ്റർ എന്ന് പറയും. ഇത് TTS എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സോയിൽ മോയ്സ്ചർ മീറ്റർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ശരിക്കും ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററിയാണ്. പിന്നെ ഇവിടെ കുറച്ച് ഇൻഡിക്കേഷൻ ലൈറ്റുകളുണ്ട്, നമുക്കിവിടെ ലൈറ്റ് ഇങ്ങനെ ഓടുന്ന കാണാൻ കഴിയും. പിന്നെ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളിത് ഊരിയെടുക്കുകയാണ്. അപ്പം ഈ ഒരു 2 നീഡിൽ വെർട്ടിക്കലായിട്ട് തന്നെ മണ്ണിലോട്ട് നല്ല രീതിയിൽ ഇറക്കി വെച്ചതിന് ശേഷം ഒരു 2 സെക്കൻഡോളം ഈ സ്വിച്ച് ഒന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് തെളിയും. ഏതൊക്കെ ലൈറ്റാണ്, പല കളറിലുള്ള ലൈറ്റുണ്ട്. ഏത് ലൈറ്റാണോ തെളിയുന്നത് അതിനനുസരിച്ച് അവിടെയുള്ള വെള്ളത്തിൻ്റെ അളവ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബ്ലൂ കളറിലുള്ള ലൈറ്റാണ് വരുന്നതെങ്കിൽ ഇറിഗേഷൻ ആവശ്യമില്ല. അതേപോലെ ഗ്രീൻ കളറാണെങ്കിൽ പെട്ടെന്നൊരു ഇറിഗേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ്. ബ്ലൂ കളറാണെങ്കിൽ ഇറിഗേഷൻ ഒട്ടും ആവശ്യമില്ല. ഗ്രീൻ കളറാണെങ്കിൽ വേണമെങ്കിൽ ഒരു ഇറിഗേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇറിഗേഷൻ ആവശ്യമില്ലെന്നുള്ളതാണ്. യെല്ലോ കളറാണെങ്കിൽ ലോ മോയ്സ്ചറാണ്, ഇറിഗേഷൻ അഡ്വൈസബിൾ ആണ്. അത്യാവശ്യമായിട്ട് നമ്മൾ കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ നനയ്ക്കാം എന്നുള്ളൊരു കണ്ടീഷനാണ്. ഈ റെഡ് കളർ വരുന്നത് ഇമ്മീഡിയറ്റ്ലി ഇറിഗേഷൻ, അതായത് എത്രയും പെട്ടെന്ന് നനയ്ക്കണം എന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗ രീതി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മീറ്റർ കുത്തി ഇറക്കി വെച്ചിരിക്കണം. നല്ല ടൈറ്റ് ആയതുകൊണ്ട് ഇച്ചിരി പാടാണ് നമുക്ക് കുത്തി ഇറക്കി വെക്കാനായിട്ട്. അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള കമ്പി ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ കുത്തി ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ സ്വിച്ചിലൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ലൈറ്റുകൾ തെളിയും. അതനുസരിച്ചാണ് നമ്മൾ ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. നമ്മൾ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് യെല്ലോ ആണ്. യെല്ലോയും അല്ല റെഡും അല്ലാത്തൊരു കണ്ടീഷനാണ് നിൽക്കുന്നത്. ശരിക്കും യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇറിഗേഷൻ അഡ്വൈസബിൾ എന്നാണ്, അത്യാവശ്യം ഇറിഗേഷൻ കൊടുക്കാം എന്നുള്ള കണ്ടീഷനാണ്. അതേസമയത്ത് റെഡ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഇറിഗേഷനാണ്. അപ്പോൾ നമ്മൾ ചട്ടിക്കകത്തിരിക്കുന്ന മണ്ണിലൂടെ നമ്മളൊന്ന് കുത്തി ഇറക്കുകയാണ്. അതിന് കാരണം നമ്മൾ തോട്ടമെല്ലാം നനച്ചിട്ടിരിക്കുകയാണ്. ഈ ഉണങ്ങിയ മണ്ണിൽ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ നോക്കാനായിട്ടാണ്. ജസ്റ്റ് ഇങ്ങനെ കുത്തി വെച്ചു, ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്കിവിടെ തെളിഞ്ഞിരിക്കുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ റെഡ് കളർ ലൈറ്റാണ്. നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ആ ലൈറ്റ് ഓഫ് ആകും. അപ്പോൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് പിടിച്ച് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ തെളിയുന്ന റെഡ് ലൈറ്റാണ്. അപ്പോൾ ചുമല ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ലോ മോയ്സ്ചറാണ്, തീരെ കുറഞ്ഞ മോയ്സ്ചറാണ്. ഇമ്മീഡിയറ്റ്ലി ഇറിഗേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ നനച്ചിട്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ നനച്ചിട്ടിരിക്കുന്ന ഫീൽഡിൽ നമ്മളിതേപോലെ കുത്തി ഇറക്കിയിട്ട് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ബ്ലൂ ലൈറ്റാണ് കാണാൻ കഴിയുന്നത്. ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് നോ നീഡ് ഫോർ ഇറിഗേഷൻ ആണ്. അപ്പോൾ നമുക്ക് നന ആവശ്യമില്ലാത്തൊരു മണ്ണാണെന്നാണ് അവർ അതിൽ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നീല ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്തതിനകത്ത് റെഡ് ലൈറ്റ് ആയിരുന്നു, അത് ശരിക്കും ഇറിഗേഷൻ അത്യാവശ്യമുള്ള മണ്ണാണ്. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന ഒരു സാമ്പിളാണ്. മണ്ണ് നല്ല ഇറക്കമാണ്. നമ്മളിവിടെ നമ്മൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഗ്രീൻ ലൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പം ഗ്രീൻ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇറിഗേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ വേണമെങ്കിൽ നനച്ച് കൊടുക്കാമെന്നുള്ളൊരു ആവശ്യമാണ്. ഇമ്മീഡിയറ്റ് ഇറിഗേഷൻ മേ ബി നോട്ട് ബി നെസസറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ അത്യാവശ്യത്തിനുള്ള ഈർപ്പമുണ്ട്, എന്നാൽ ഇന്ന് നനച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നമ്മുടെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ തോട്ടത്തിലെ ജലാംശത്തിൻ്റെ അളവ് കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം ഒരു 1600 രൂപയോളം വില വരുന്നൊരു പ്രോഡക്റ്റാണ്. ഇവിടെ അഗ്രിസെർച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇവിടെ ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. TTS എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്.
അപ്പം ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറിഗേഷൻ വേണോ വേണ്ടയോ നമുക്ക് അറിയാൻ കഴിയും. ആവശ്യത്തിൽ കൂടുതൽ ഇറിഗേഷൻ ഉണ്ടോ, ആവശ്യത്തിൽ കുറവാണോ നമ്മൾ ഇറിഗേഷൻ എന്നൊക്കെ കണ്ടെത്താൻ കഴിയും. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപയോഗിച്ചതിന് ശേഷം ഇവിടെ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ ഇട്ട് വെക്കാൻ പാടുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.